UAE റെസിഡൻസ് ആയി നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് എക്സ്പാറ്റ്സ് ആവാം, സിറ്റിസൺസ് ആവാം, ഏറ്റവും സുപ്രധാനപ്പെട്ട ഡോക്യുമെന്റ് ആണ് എമിറേറ്റ്സ് ID എന്ന് പറയുന്നത്. എമിറേറ്റ്സ് ID എന്തെങ്കിലും കാരണവശാൽ നഷ്ടമായി കഴിഞ്ഞാൽ ഉടനടി റിപ്പോർട്ട് ചെയ്യണം എന്നുള്ള കാര്യമാണ് ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി, സിറ്റിസൺഷിപ്പ്, കസ്റ്റംസ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി ഇപ്പോൾ പറയുന്നത്. അതിൽ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് മിസ്യൂസ് ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം കൃത്യമായിട്ട് അവർ പറയുന്നത്. നമ്മൾ ചെയ്യേണ്ടത് ICPയുടെ ഹാപ്പിനെസ് സെന്റേഴ്സിൽ പോവുക, എമിറേറ്റ്സ് ID നഷ്ടപ്പെട്ടതായിട്ട് റിപ്പോർട്ട് ചെയ്യുക, എക്സിസ്റ്റിംഗ് എമിറേറ്റ്സ് ID ക്യാൻസൽ ചെയ്യുക, നഷ്ടപ്പെട്ടതായിട്ടുള്ള ഡോക്യുമെന്റ് ആ ഒരു സർട്ടിഫിക്കറ്റ് കളക്ട് ചെയ്യുക, ദെൻ പുതുതായിട്ട് ഒരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക. വെറും 300 ദിറംസ് ആണ് പുതിയ ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കേണ്ടി വരിക. അതോടൊപ്പം തന്നെ സർവീസ് ചാർജ് ആയിട്ട് ഓഫ് കോഴ്സ് ഒരു 70 ദിറംസ് പേ ചെയ്യേണ്ടി വരും. ഇനി ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ് വഴിയാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ വെറും 40 ദിറംസ് മാത്രമാണ് സർവീസ് ചാർജ് ആയിട്ട് കൊടുക്കേണ്ടി വരാം. ആപ്ലിക്കേഷനായിട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ട ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നത് പാസ്പോർട്ട് കോപ്പി, ദെൻ എക്സിസ്റ്റിംഗ് വിസ കോപ്പി, അതോടൊപ്പം തന്നെ എമിറേറ്റ്സ് ID നഷ്ടമായിട്ടുള്ള ആ ഒരു സർട്ടിഫിക്കറ്റും കൂടി സബ്മിറ്റ് ചെയ്യണം. 15 വയസ്സിന് താഴെയുള്ള കുട്ടികളാണ് വീണ്ടും പുതിയ എമിറേറ്റ്സ് IDക്കായിട്ട് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നതെങ്കിൽ ഓഫ് കോഴ്സ് അവർ ബർത്ത് സർട്ടിഫിക്കറ്റ് കൂടി ആഡ് ചെയ്യണം എന്നുള്ള കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഏറ്റവും ഓർത്തിരിക്കേണ്ട കാര്യം, എന്തെങ്കിലും കാരണവശാൽ എമിറേറ്റ്സ് ID മിസ്സായിട്ടുണ്ടെങ്കിൽ, നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉടനടി വിത്തൗട്ട് എനി ഡിലേ റിപ്പോർട്ട് ചെയ്യുക എന്നുള്ള കാര്യമാണ്. 90.8 दिल से FM